പ്ലസ് 2 കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ലാസ്റ്റ് ചാപ്റ്ററായ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഈ ചാപ്റ്റർ എത്ര മറിച്ചാലും തീരാത്ത ചാപ്റ്റർ ആണെന്നറിയാം, പക്ഷേ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചടപടി എന്ന് പറഞ്ഞ് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് നിലനിർത്തുന്നതിനെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. മാർക്കറ്റിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡെഫിനേഷൻ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഇസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഒബ്റ്റെയിൻ വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട് ത്രൂ ക്രിയേറ്റിംഗ്, ഓഫറിംഗ് ആൻഡ് ഫ്രീലി എക്സ്ചേഞ്ചിങ് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഓഫ് വാല്യൂ വിത്ത് അതേഴ്സ്. ഇതാണ് ഇതിന്റെ ഡെഫിനേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 4 മാർക്സിന് ചിലപ്പം അവർ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈഡ് ആക്കുക അല്ലേ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് ആണ്, കസ്റ്റമർ സെക്കിംഗ് അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ട നീഡ്സും വാണ്ട്സും ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫറിങ്സ്. എന്താണ് മാർക്കറ്റ് ഓഫറിംഗ്? മീൻസ് കംപ്ലീറ്റ് ഓഫർ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ എ സർവീസ് അല്ലേ. കുറേ നല്ല പ്രൊഡക്ട്സ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. വൈ ഓഫറിംഗ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ്സ് ഫീച്ചേഴ്സ് ലൈക്ക് സൈസ്, ക്വാളിറ്റി, ടേസ്റ്റ്, പ്രൈസ്, അവൈലബിലിറ്റി അല്ലേ. അവരിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ്, അവർക്ക് എന്താണ് യൂസ്, അല്ലെങ്കിൽ അതിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യാനായിട്ട് നോക്കുക. കസ്റ്റമർ വാല്യൂ ഉണ്ട്. കസ്റ്റമേഴ്സ് ബൈ എ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വാല്യൂ ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് അല്ലേ. നമ്മൾ ചിലപ്പോൾ പറയും മുടക്കിയ പൈസയ്ക്ക് വർത്ത് അല്ലെങ്കിൽ വർത്ത് ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പൈസ മുടക്കിയത് കൊണ്ട് എന്താ, നല്ല സാധനമല്ലേ കിട്ടിയെന്ന് നമ്മൾ പറയും. അപ്പോൾ സോ ദ മാർക്കറ്റ് ഷുഡ് ഓൾവേസ് ആഡ് വാല്യൂ to his product so that the customer prefers it. അപ്പോൾ നമ്മൾ പറയും വേറൊരു സ്ഥലത്തും ഈ സെയിം സാധനം കിട്ടുമെങ്കിൽ പോലും നമ്മൾ ഈ സ്ഥലത്തു നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ പൈസ മുടക്കിയാലും കുഴപ്പമില്ല, നല്ല സാധനം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പറയും. എക്സ്ചേഞ്ച് മെക്കാനിസം, ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് ത്രൂ വിച്ച് 2 or more parties come together to obtain a desired product or service from someone in return making a payment to the other. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു സാധനം വാങ്ങിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന് തിരിച്ച് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അതിനെയാണ് എക്സ്ചേഞ്ച് മെക്കാനിസം എന്ന് പറയുന്നത്. വാട്ട് ക്യാൻ ബി മാർക്കറ്റഡ്? എന്തൊക്കെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം മൊബൈൽ ഫോൺസ് ഉണ്ട്, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ സർവീസസ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ സമയത്ത് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്, പിൽഗ്രിം പ്ലേസസ്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ്. യൂഷ്വലി പ്രൊഡക്ട്സ് ആർ മാർക്കറ്റഡ് ഇൻ ദ മാർക്കറ്റിംഗ് ലിറ്ററേച്ചർ. ഇറ്റ് ക്യാൻ ബി ഇൻടാഞ്ചിബിൾ ഓർ ടാഞ്ചിബിൾ. ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പേഴ്സൺ, പ്ലേസ്, ഇവൻറ്റ്, എക്സ്പീരിയൻസ്, ഓർഗനൈസേഷൻ എക്സെട്ര. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മാർക്കറ്ററും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ചൂസിങ് എ ടാർഗറ്റഡ് മാർക്കറ്റ്. ആരിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് എത്തേണ്ടത് എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് വേണം. ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് അല്ലേ. ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഡിമാൻഡ് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ല ഓഫേഴ്സ് ഒക്കെ വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ക്രിയേറ്റ് സുപ്പീരിയർ വാല്യൂസ്. ഇൻ ഓർഡർ ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ദ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ക്യാൻ ആഡ് മോർ superior values to products or service അല്ലേ. സ്പെഷ്യൽ ഓഫറുകൾ, ബൈ 1 get 1 free എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ ഓഫറുകളൊക്കെ വെക്കണം. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇനിയും കാണാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്ട് ബൈ പാർട്ട് ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കിട്ടാൻ നിങ്ങൾ 2x ഇട്ട് കേട്ടാൽ മതി. ഓക്കെ, 3 പാർട്ട് പോയിട്ടുണ്ട്, അത് 2x ഇട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടാൽ മതി. 2x ഇട്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലാവും. അപ്പോൾ നോക്കിക്കേ, സെല്ലിങ്ങും മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം. ഓൺലി എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് ഒരു ഭാഗം മാത്രമാണ്. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ, നമ്മൾ സാധനം അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ത്രൂ സെയിൽസ്, സെയിൽസിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ട്സ് ആഫ്റ്റർ പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ സെല്ലിങ് തുടങ്ങത്തുള്ളൂ. ബെൻഡിങ് കസ്റ്റമേഴ്സ് ടു പ്രൊഡക്റ്റ്, അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ മേക്ക് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കുന്നത്. എംഫസൈസ് ഓൺ പ്രൊമോഷൻ ആൻഡ് പെർസ്വേഷൻ. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിംഗ് ആണെങ്കിൽ അതൊരു വൈഡർ ടേം ആണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണയും അവർ അവിടെ തന്നെ വരും, നമുക്ക് ഉറപ്പുണ്ട്. ബിഗിൻസ് ബിഫോർ പ്രൊഡക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്നാലേ ആൾക്കാരിലേക്ക് അങ്ങ് എത്തത്തുള്ളൂ ഈ സാധനം കൈ കിട്ടി കഴിയുമ്പോൾ അല്ലേ. ഡെവലപ്പിംഗ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ കസ്റ്റമർ നീഡിനനുസരിച്ചായിരിക്കും പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ അവർ മേക്ക് ചെയ്യുന്ന ഒരു സാധനം നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക അല്ല ചെയ്യുന്നത്. എംഫസൈസ് ഓൺ
പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ, മാർക്കറ്റിംഗ് മിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ 4Ps എന്നറിയപ്പെടുന്ന പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷനാണ് കൂടുതലും മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ എംഫസൈസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്യാതറിങ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ, അല്ലേ, മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആൾക്കാർക്ക് വേണ്ടതെന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. മാർക്കറ്റിംഗ് പ്ലാൻ നമുക്ക് ആവശ്യമുണ്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അല്ലേ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് ആൾക്കാരെ ആകർഷിക്കുന്നത്. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് ഉണ്ട്. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഉണ്ട്. ചില പാക്കേജസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര അട്രാക്റ്റഡ് ആവും, അല്ലേ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അപ്പോൾ അറിയാതെ ആൾക്കാർ ഇത് വാങ്ങിച്ചു പോകും. ബ്രാൻഡിംഗ് ഉണ്ട്. കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ഉണ്ട്. പ്രൈസിംഗ് ഉണ്ട്. അതൊരു മേജർ ഫാക്ടറാണ്. പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ₹1 കുറവാണെങ്കിൽ പോലും ആൾക്കാർ പ്രിഫർ ചെയ്യും, അല്ലേ. ഇപ്പോൾ 30 രൂപയുടെ ഒരു സാധനം 29 രൂപയുടെ ഒരു സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം പേരും 29 രൂപയുടെ സാധനം മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അഫോർഡബിൾ ആൻഡ് നമ്മൾ കാണുമ്പോഴത്തേക്കാണ് ഇതിന് വില കുറവാണ്, രണ്ടും സെയിം സാധനം തന്നെയാണ്, ഇതിന് വില കുറവാണ്, എന്നാൽ ഇത് വാങ്ങിക്കാം എന്നുള്ള ഐഡിയോളജിയാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൈസിങ് ചെയ്യാനായിട്ട്. പ്രൊമോഷനുണ്ട്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ആൾക്കാരിലേക്ക് എത്തിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർ ഹൗസിങ്, നല്ല സേഫായിട്ട് കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റണം. ഓക്കെ, യെസ്. അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേഡിംഗ് എന്താണെന്നൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചിട്ടേ പോകാവുള്ളൂ. വാട്ട് ഇസ് ഗ്രേഡിംഗ് എന്ന സംഭവം ചോദിക്കും. ഗ്രേഡിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, അല്ലേ, ഒരേ സാധനം തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ക്വാളിറ്റി, സൈസ്, സംഭവങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 4 decisions which need to be taken before launching a product. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ 4 decisions ആണ് നമ്മൾ എടുക്കുന്നത്. എന്താണ്? ഒന്ന് പ്രൊഡക്റ്റ് മിക്സ്, ഒന്ന് പ്രൈസ് മിക്സ്, ഒന്ന് പ്ലേസ് മിക്സ്, ഒന്ന് പ്രൊമോഷൻ മിക്സ്, അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുന്നേ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങും എത്തത്തില്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് മിക്സ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് സച്ച് ആസ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, സൈസ്, കളറൊക്കെ നോക്കുന്നതാണ് പ്രൊഡക്റ്റ് മിക്സിൻ്റെ കേസിൽ വരുന്നത്. പ്രൈസ് മിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം എമൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് ആണ് നമ്മൾ ഈ പ്രൊഡക്ഷനൊക്കെ ആയതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ ഇടുന്നതിനെയാണ് പ്രൈസ് മിക്സ് എന്ന് പറയുന്നത്. നോക്കിയേ, പ്രൈസ് റെഫേഴ്സ് ടു വാല്യൂ ദാറ്റ് പുട്ട് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സെഗ്മെന്റഡ് ടാർഗറ്റ്സ് ആൻഡ് എബിലിറ്റി ഓഫ് മാർക്കറ്റ് ടു പേ. അതായത് നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യും. ഇപ്പം അധികം ഇൻകം ജനറേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുമോ? ആരും വാങ്ങിക്കത്തില്ല, അല്ലേ. അപ്പം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെയാണ് പ്ലേസ് മിക്സ്, അല്ലേ. ആൾക്കാർ ഉള്ള സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിയാൽ മാത്രമേ ആൾക്കാർ വാങ്ങത്തുള്ളൂ, അല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു ടേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് ഹൗ ദ പ്രൊഡക്റ്റ് വിൽ ബി അവൈലബിൾ ഫോർ ദ കസ്റ്റമേഴ്സ് ഫോർ ദി ആക്ച്വൽ സെയിൽ. സെയിലിൻ്റെ സമയത്ത് ആൾക്കാരിലേക്ക് എവിടെ നിന്നാണ് എത്തുന്നത് എന്ന കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യണം. ദർ ആർ 2 important decision relating this aspect. Decision regarding channel of distribution. ഏത് വഴി, ഹോൾസെയിലേഴ്സ് ത്രൂ ആണോ, റീറ്റെയിലേഴ്സ് ത്രൂ ആണോ, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു ബ്രാൻഡിലൂടെയാണോ സാധനങ്ങൾ കൊടുക്കേണ്ടി എന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഡിസിഷൻ റിഗാർഡിംഗ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് ഗുഡ്സ്, അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ, ഏത് സ്ഥലത്ത് ചെന്നാലായിരിക്കും ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കണം. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അഡ്വർടൈസിംഗ് ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. ഓക്കെ, അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് ആണ്. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും അല്ലെങ്കിൽ TV അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ നമുക്ക് കാണാം. പേഴ്സണൽ സെല്ലിംഗ് 1-to-1 ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. ഓക്കെ, യെസ്. അപ്പം അത് എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നതാണ് പ്രൊഡക്റ്റ്. എന്താണ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് 2 തരത്തിലുണ്ട്. കൺസ്യൂമർ പ്രൊഡക്റ്റും ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും ഉണ്ട്. ഓക്കെ, കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്ന സാധനം. പ്രൊഡക്ട്സ് വിച്ച് ആർ പർച്ചേസ് ബൈ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സണൽ ഓർ ഫാമിലി യൂസ്, അല്ലേ. അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഗുഡ്സിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സിനെയാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, കാൽക്കുലേറ്റർ, ഫർണിച്ചർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി പോകത്തില്ല. അതായത് ഇത് വലിയ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ കൂടെ തന്നെ കാണും. ലോങ് പീരീഡിലേക്ക് അത് ഡ്യൂറേഷൻ കാണും. ഹൈ കോസ്റ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും. ഒത്തിരി കൂടുതൽ കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതലായിരിക്കും. ഹൈ സെല്ലിംഗ് എഫേർട്ട് ഇസ് നീഡ്. അതെല്ലാവരും അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇച്ചിരി എഫേർട്ട് ഇടേണ്ടി വരും ആൾക്കാരെ കൊണ്ട് വാങ്ങിക്കാൻ. ഗ്യാരണ്ടീസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡഡ്. അതായത് ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ വല്ല ഓവനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ കടയിൽ നിന്ന് ഇപ്പോൾ മൈജി എന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ
ആണെങ്കിൽ അവരിങ്ങനെ പറയും ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി, ഫ്രീ സർവീസ് തരാം അല്ലേ. അതിനെയാണ് ആഫ്റ്റർ കെയർ സർവീസ് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഡ്യൂറബിലിറ്റി ഇല്ല. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ചീത്തയായി പോവുക. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനത്തിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തതാണ് സർവീസ്. ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ആക്ടിവിറ്റി ബെനിഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ വിച്ച് ആർ ഓഫർ ഫോർ സെയിൽസ് ആൻഡ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സർവീസ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ നമുക്കത് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആണ്, ഇൻസെപ്പറബിൾ ആണ്. അത് നമ്മൾ 5 I's എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടായിരുന്നു, ബിസിനസ് സർവീസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് അല്ലേ. യെസ്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് എന്താണെന്നുള്ളത് 1 മാർക്കിന് വരുന്ന ഒരു സംഭവമാണ്. സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ആർ ദോസ് കൺസ്യൂമർ ഗുഡ്സ് വിച്ച് ഹാവ് സർട്ടൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ബിക്കോസ് ഓഫ് വിച്ച് പീപ്പിൾ മേക്ക് സ്പെഷ്യൽ എഫേർട്സ് ഇൻ ദെയർ പർച്ചേസ് അല്ലേ. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ചില ഒക്കേഷണലി മാത്രം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിനെയാണ് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ദീസ് പ്രൊഡക്ട്സ് ആർ കോസ്റ്റ്ലി ആൻഡ് ദെയർ യൂണിറ്റ് പ്രൈസ് ഇസ് വെരി ഹൈ. ദ ഡിമാൻഡ് ഓഫ് ദീസ് പ്രൊഡക്ട്സ് ഇസ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക്. എക്സാമ്പിൾ റെയർ കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക്, പെയിൻറ്റിങ് എക്സെട്ര. അപ്പം നല്ല റെയർ ആയിട്ടുള്ള ഈ ആർട്ട് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സംഭവമല്ല അല്ലേ. അതുകൊണ്ട് അതിനെ നമുക്ക് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ കൺവീനിയൻസ് പ്രൊഡക്ട്സ്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്, നോൺ ഡ്യൂറബിൾ, ഡ്യൂറബിൾ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനിയുമാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഇസ് ലിമിറ്റഡ് ആസ് കമ്പയർസ് ടു കൺസ്യൂമർ പ്രൊഡക്ട്സ്. കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ എല്ലാവരും പോയി വാങ്ങിക്കുന്ന സാധനമാണ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ചെന്ന് വാങ്ങിക്കുന്ന സാധനമല്ല. അതായത് റോ മെറ്റീരിയൽസ് പോലത്തെ സാധനങ്ങളായിരിക്കും. അത് ഇതുപോലെ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സിൻസ് ദർ ആർ ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ മാർക്കറ്റഡ് ത്രൂ ഷോർട്ടർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഷോർട്ടർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെ ആയിരിക്കും ഇതുപോലത്തെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് കൂടുതലും മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതിൻ്റെ അകത്തെ നമ്മുടെ മെറ്റീരിയൽ പാർട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ടേബിൾ നോക്കിയാൽ മെറ്റീരിയൽ പാർട്സ് ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ട്, സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസ് ഉണ്ട്. മെറ്റീരിയൽ പാർട്സിൻ്റെ അകത്ത് വരുന്നത് റോ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ റോ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ഇല്ലേ. അതായത് കോട്ടൺ, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മിനറൽ ഗുഡ്സ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്തെ റോ മെറ്റീരിയലിൻ്റെ കേസിൽ അതാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. മാനുഫാക്ചർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. It includes raw materials that are subject to some amount of raw materials that are amount to processing before entering the production process അല്ലെ. പ്രൊഡക്ഷൻ പ്രോസസ്സിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കമ്പോണൻറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് പാർട്സ് ഒക്കെ ഉണ്ട്, അതായത് സ്വിച്ചസ്, ഇലക്ട്രിക് ബൾബ്, സ്റ്റിയറിങ്, ബാറ്ററി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ 1 മാർക്കിനൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, 1 മാർക്കിനൊക്കെ വരത്തുള്ളൂ. ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പം നൈക്കിൻ്റെ ഷൂ അല്ലെങ്കിൽ പിന്നെന്താണ്, പിന്നെ ഇപ്പം കൊക്കക്കോള അല്ലെങ്കിൽ ക്ലോസപ്പ്, അങ്ങനെ ബാറ്റ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. അത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആണ് അല്ലേ. നമ്മൾ ചില ഒരു സാധനം കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇത് ഇന്ന സാധനത്തിൻ്റെ ഇന്ന ബ്രാൻഡിൻ്റെ സാധനമാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് നെയിം ഓർ എ സിമ്പിൾ ഓർ എ പ്രൊഡക്റ്റ് ഇസ് കോൾഡ് ബ്രാൻഡിങ്. ചിലപ്പോൾ അതിൻ്റെ ഒരു ലോഗോ കണ്ടിട്ടായിരിക്കും, അതായത് നൈക്കിൻ്റെ ഈ ഒരു പടം കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പറയുന്നത് എന്ത് ഇത് ഇന്ന ബ്രാൻഡിൻ്റെ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പം ബ്രാൻഡ് ഉണ്ട്, വേരിയസ് ടേം റിലേറ്റഡ് ടു ബ്രാൻഡിങ്. ഫസ്റ്റ് വൺ ബ്രാൻഡ് ആണ്, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രൊഡക്റ്റ്, അതിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ബ്രാൻഡ് നെയിം. അത് വളരെ ഷോർട്ട് ആയിരിക്കണം, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. മൂന്നാമത്തെയാണ് ബ്രാൻഡ് മാർക്ക്, അതായത് പാർട്ട് ഓഫ് ദ ബ്രാൻഡ് വിച്ച് കാൺ ബി സ്പോക്കൺ ബട്ട് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, അതിനെയാണ് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് ആപ്പിളിൻ്റെ ലോഗോ അല്ലേ. ആപ്പിളിൻ്റെ ലോഗോ എങ്ങനെ ഇരിക്കുന്നത്? ഒന്ന് ട്രൈ ഈശോ, ഹാർട്ടല്ലല്ലോ ഈശ്വര, ആപ്പിൾ അല്ലേ വരയ്ക്കണ്ടേ? യെസ്, ആപ്പിളിൻ്റെ കടിച്ച ആപ്പിൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്, കടിച്ച ആപ്പിൾ കാണുമ്പോഴേ നമുക്കറിയാം ഇതങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം, കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഓക്കെ, അപ്പം ആപ്പിളിൻ്റെ ലോഗോ കാണുമ്പോൾ നമ്മൾ പറയും ഇത് ആപ്പിളിൻ്റെ ഫോണാണ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ടിക്ക് കാണുമ്പോൾ നമ്മൾ പറയും ഇത് നൈക്കിൻ്റെ ഷൂ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അത് നൈക്കെന്ന് എഴുതിയില്ലെങ്കിൽ ഈ ടിക്ക് കണ്ടാൽ നമ്മൾ പറയും നൈക്കിൻ്റെ സാധനമാണ് നമ്മൾ പറയും. കാരണം എന്താണ്? അതിൻ്റെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പടം, അതാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് ഉണ്ട്. ഇറ്റ് ഈസ് എ ലീഗൽ വേർഷൻ ഓഫ് ബ്രാൻഡ്. വെൻ എ ബ്രാൻഡ് ഗെറ്റ് രജിസ്റ്റേർഡ് ആൻഡ് ലീഗലൈസ് ഇറ്റ് ഇസ് കോൾഡ് ട്രേഡ് മാർക്ക്. അതായത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് നെയിം ഒരു 3 തൊട്ട് 4 പോയിന്റ്സ് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ചെറുതായിരിക്കണം,
വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെ ആയിരിക്കണം. സജസ്റ്റ് പ്രൊഡക്റ്റ് ബെനിഫിറ്റ്സ്, ബ്രാൻഡ് നെയിം ഷുഡ് സജസ്റ്റ് ദ പ്രൊഡക്ട്സ് ബെനിഫിറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് അല്ലേ. ഒരു ബ്രാൻഡ് നെയിം കേൾക്കുന്ന ഉടനെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ബ്രാൻഡ് നെയിം ഷുഡ് ബി യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്. അതായത് ഒരാൾ നമ്മൾ ചില ഈ അഡിഡാസ് അബിബാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കത്തില്ലേ, അപ്പം അങ്ങനെ ആയിരിക്കില്ല, ഇത് വളരെ യുണീക്ക് ആയിരിക്കണം അല്ലേ. ഒരാളെ കോപ്പി അടിച്ച് ചെയ്യരുത്, യുണീക്ക് ആയിരിക്കണം, വളരെ മീനിങ് ഫുൾ ആയിരിക്കണം, ഒരർത്ഥം ഇല്ലാത്തതല്ലാതെ ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ അതിനെ അനുബന്ധിച്ചുള്ള ഒരു പേരായിരിക്കണം, ലീഗൽ പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗുഡ് ബ്രാൻഡ് നെയിമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണുക. പാക്കേജിങ് ഇല്ലാത്ത ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഏത് കടയിൽ ചെന്നാലും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് പോയി ഇങ്ങനെ എടുക്കാനായിട്ടൊരു തോന്നൽ നമുക്ക് വരും അല്ലേ. അപ്പം അത് പൈസ കൊടുത്ത് വാങ്ങിക്കാനും ഒക്കെ നമുക്കറിയാതെ അങ്ങ് തോന്നിപ്പോകും. അപ്പം അതെന്തുകൊണ്ടാണ്? നല്ല പാക്കേജിങ്, അകത്തെ സാധനം കൊള്ളത്തില്ലെങ്കിലും പാക്കേജിങ് സൂപ്പർ ആണെങ്കിൽ അറിയാതെ നമ്മൾ അട്രാക്റ്റഡ് ആവും അല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് കണ്ടെയ്നർ ഓർ റാപ്പിംഗ് ഓഫ് പ്രൊഡക്റ്റ്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മാർക്കറ്റിംഗ് സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ചിലപ്പോൾ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, അതിൻ്റെ പാക്കിംഗ് കൊള്ളാത്തതുകൊണ്ട് ആൾക്കാർ എടുക്കത്തില്ല. പക്ഷേ പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പ്രൈമറി പാക്കിംഗ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ, എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ് ട്യൂബ് അല്ലേ. ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ട്യൂബ് എന്ന് പറയുന്നതാണ് പ്രൈമറി പാക്ക് എന്ന് പറയുന്നത്. സെക്കൻഡറി പാക്കേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അഡീഷണൽ ലെയർ, എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ് ട്യൂബ് യൂഷ്വലി കംസ് ഇൻ എ കാർഡ്ബോർഡ് ബോക്സ്. അതിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട് അല്ലേ, കോൾഗേറ്റിൻ്റെ ഒക്കെ ഒരു ചുമന്ന കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്, അതാണ് സെക്കൻഡറി പാക്കേജ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനം ഇത് ഒരു പേസ്റ്റ് ആയിട്ടാണോ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവന്നത്? അല്ല, ആ വെച്ചിരിക്കുന്ന സാധനം ഒരു വലിയ കാർട്ടൻ്റെ അകത്താക്കിയാണ് കൊണ്ടുവന്നത്. അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ലേബലിംഗ് എന്താണെന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഓൺ ദി പാക്കേജസ്. നമ്മുടെ പാക്കേജസിൽ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് കൊടുക്കുക. ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ലൈക്ക് നെയിം ഓഫ് ദ പ്രോഡക്റ്റ്, നെയിം ഓഫ് ദ മാനുഫാക്ചർ, വെയിറ്റ്, പ്രൈസ് എക്സെട്ര. നമ്മൾ ചിലത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ്, വെയിറ്റ് സാധനങ്ങളൊക്കെ കാണത്തില്ലേ, അതിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തതാണ് പ്രൈസിങ്. പ്രൈസ് റെഫേഴ്സ് ടു പ്രൈസിങ്. യെസ്, പ്രൈസ് റെഫേഴ്സ് ടു ദ വാല്യൂ ദാറ്റ് പുട്ട് ഫോർ എ പ്രോഡക്റ്റ് അല്ലേ. ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഇടുന്ന ഒരു പ്രൈസ്. ഇപ്പം നമ്മളൊരു മഞ്ചോ കിറ്റ്കാറ്റോ വല്ലതും എടുത്തിട്ട് ഇതിന് 10 രൂപ എന്ന് നമ്മൾ ഇടുന്നത് എങ്ങനെയാണ് അല്ലേ. അപ്പോൾ അതാണ് നോക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, സെഗ്മെൻറ്റ് ടാർഗറ്റ്സ് ഉണ്ട്, എബിലിറ്റി ഓഫ് മാർക്കറ്റ് ടു പേ അല്ലേ. ആ മാർക്കറ്റിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വാങ്ങിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ 5 രൂപ കൊടുത്താൽ ആൾക്കാർ വാങ്ങുവോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ. കോമ്പറ്റീഷൻ ആൻഡ് അതർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതിൻ്റെ ഫാക്ടേഴ്സും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രൈസ് സ്കിമ്മിങ്, പ്രൈസ് സ്ട്രാറ്റജി. ബ്രോഡ്ലി ദർ ആർ 2 പ്രൈസിങ് സ്ട്രാറ്റജിയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നിരിക്കുന്ന ഫസ്റ്റ് വൺ പ്രൈസ് സ്കിമ്മിങ് ആണ്. നിങ്ങൾ ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോൾ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ പഠിക്കും. പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദിസ് സ്ട്രാറ്റജി ഹൈ ഇൻട്രൊഡക്ടറി പ്രൈസസ് ചാർജ്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പ്രൈസ് സ്കിമ്മിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പം ആ റേറ്റിൽ പോയി വാങ്ങിക്കുന്നവർ കാണും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വേർഷൻ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ വില അങ്ങ് കുറയും. അതിനെയാണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. പെനട്രേറ്റിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി മീൻ യൂസിങ് ലോവർ ഇനീഷ്യൽ പ്രൈസ് ടു ക്യാപ്ചർ എ ലാർജ് മാർക്കറ്റ്. അതായത് ഒരു ലാർജ് മാർക്കറ്റിനെ നമ്മൾ പിടിച്ചടക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കുറവ് എന്താണ് പ്രൈസ് നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ജിയോയുടെ സിമ്മൊക്കെ പണ്ടത്തെ കാലം മിസ്സൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഒരു വർഷം പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് സിം കൊടുക്കുന്നു, അൺലിമിറ്റഡ് ഡേറ്റ അല്ലേ. ആ സമയത്ത് എല്ലാവർക്കും അങ്ങനെ ഫോൺ യൂസ് ചെയ്തൊന്നും ഇല്ലാത്ത ടൈമായിരുന്നു. അപ്പോൾ അൺലിമിറ്റഡ് ഡേറ്റയാണ്, ഫ്രീ ആയിട്ട് സിമ്മും കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, അവരത് യൂസ് ചെയ്ത് പിന്നെ ആ നമ്പർ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അവർ നൈസായിട്ട് പിന്നെ ആ ജിയോ തന്നെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അവരുടെ കച്ചവടം കൂടിയത്. ഓക്കെ, യെസ്. അപ്പം അത് നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്. ടൈപ്പ് ഓഫ് ചാനലിൻ്റെ അകത്ത് ഡയറക്റ്റ് ചാനലും ഉണ്ട്, ഇൻഡയറക്റ്റ് ചാനലും ഉണ്ട്. ഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ 1 ലെവലുണ്ട്, 2 ലെവലുണ്ട്, 3 ലെവലുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, ചിലപ്പം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കുക. മാനുഫാക്ചറിൽ നിന്ന് റീറ്റെയിലറിലോട്ട് പോകുന്നു, റീറ്റെയിലറിൽ നിന്നാണ് കസ്റ്റമേഴ്സിലോട്ട് പോകുന്നത്. 2 ലെവൽ ചാനൽസ് വരുമ്പോൾ മാനുഫാക്ചർ ഹോൾസെയിലറിലോട്ട് പോകുന്നു, ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിലറിലോട്ട് പോകുന്നു, റീറ്റെയിലർ കസ്റ്റമേഴ്സിലോട്ട് പോകുന്നു. ഇങ്ങനെയാണ് സാധാരണ വരാറ്. 3 ലെവൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിൽ നിന്ന് ഏജന്റിലോട്ട് പോകുന്നു, ഏജന്റ് പിന്നെ
ഓരോ ഹോൾസെയിലറിനെ കണ്ടുപിടിക്കുന്നു, ഹോൾസെയിലറിന് കൊടുക്കുന്നു, ആ ഹോൾസെയിലർ പിന്നെ റീറ്റെയിലറിനെ കണ്ടുപിടിക്കുന്നു, റീറ്റെയിലറിന് കൊടുക്കുന്നു, പിന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേജർ ടൈപ്സ് ഓഫ് ചാനൽസ് ആണ്. ഡയറക്റ്റ് ചാനലുണ്ട്, ഇൻഡയറക്റ്റ് ചാനലുണ്ട്. ഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടി നമുക്ക് പറയാം എന്താണ്, മാനുഫാക്ചറിൽ നിന്ന് നേരെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്നൊരു സംഭവം ഇറങ്ങി എന്നറിയണം എന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് കോമൺലി യൂസ് ടൂൾ ഓഫ് പ്രൊമോഷൻ അല്ലേ. ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസന്റേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഐഡിയ, ഗുഡ്സ് ഓർ സർവീസ് ബൈ ആൻ ഐഡന്റിഫൈഡ് സ്പോൺസർ. ഒരു സ്പോൺസറിൽ അല്ലെങ്കിൽ ഒരു ഐഡന്റിഫൈഡ് സ്പോൺസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ കൊണ്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ആവാം അല്ലേ. അതെന്താണ്, പെയ്ഡ് ഫോമാണ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അഡ്വർടൈസ്മെൻറ്റ് വരത്തുള്ളൂ. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുക. പെയ്ഡ് ഫോം ഉണ്ട്, അതായത് നമ്മൾ പൈസ കൊടുത്തായിരിക്കും. അഡ്വർടൈസ്മെൻറ്റ് ഇസ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഇൻപേഴ്സണാലിറ്റി ഉണ്ട്, ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ട്. നേരത്തെ പറഞ്ഞ ആ പോയിന്റുകളൊക്കെ തന്നെ. അഡ്വാൻറ്റേജസും അതിൻ്റെ ചെറിയ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ മിനിമം നിങ്ങൾ 3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. കാരണം ആ മാർക്ക് വെയിറ്റേജിനായിരിക്കും നിങ്ങൾക്ക് കൂടുതലും വരുന്നത്. ഓക്കെ, യെസ്. പിന്നെ വരുന്ന ഇതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ്. അപ്പോൾ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സെല്ലിംഗ് പേഴ്സണലി. നമ്മൾ ഡോർ ടു ഡോർ ചെന്ന ആൾക്കാരെ കണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നതിനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇൻവോൾവ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ഓഫ് ദ പർപ്പസ് ഓഫ് സെയിൽ. കമ്പനീസ് അപ്പോയിന്റ് സെയിൽസ് പേഴ്സൺ ടു കോൺടാക്ട് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ആൻഡ് മേക്ക് ദം അവെയർ അബൌട്ട് ദ പ്രൊഡക്റ്റ്. അതായത് ഇങ്ങനെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ സെയിൽസ്മാൻ വഴി ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വിടുന്നു. അതിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻട്രാക്ഷൻ വരും, 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അവരും സംസാരിക്കും, നമ്മളും സംസാരിക്കും. റിലേഷൻഷിപ്പ് ബോണ്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ബെറ്റർ റെസ്പോൺസ് നമുക്ക് കിട്ടും അല്ലേ. പറയുന്ന ഉടനെ തന്നെ വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ കൺവിൻസിങ് സ്റ്റാർ ആവാനായിട്ട് പറ്റും. കാരണം എന്താണ്, അവരിപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വേണം വേണം വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അഡ്വർടൈസിങ്, എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള സംഭവം ഒന്ന് പഠിച്ചു വെക്കുക. ഇറ്റ് റീച്ചസ് മാസസ്. അഡ്വർടൈസിങ് ആണെങ്കിൽ ഒരുപാട് മാസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തും. അതായത് മാസ് ആൾക്കാരുടെ അടുത്തല്ല, മാസ് എന്ന് പറഞ്ഞാൽ ലാർജ് വോളിയം ഓഫ് ആൾക്കാരിലേക്ക് എത്തും. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആൾക്കാരിലേക്ക് സ്പീഡിൽ എത്തത്തില്ല. കാരണം നമ്മുടെ സെയിൽസ്മാൻ പോയി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ റെഫേഴ്സ് ടു ഷോർട്ട് ടേം യൂസ് ഓഫ് ഇൻസെൻറ്റീവ് ഓർ അതർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ദാറ്റ് സ്റ്റിമുലേറ്റ് ദ കസ്റ്റമർ ടു ബൈ ദ പ്രൊഡക്ട്സ് അല്ലേ. അപ്പം ഇവിടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പെട്ടെന്ന് ഓഫർ, ബൈ 1 get 1 ഫ്രീ അല്ലേ. നമ്മൾ മാക്സിൽ ഒരു പ്രാവശ്യം എനിക്കൊന്ന് ജാനുവരി അവസാനമാകുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഓഫറാണ്. അവിടെ 899 rupees കൊടുത്തുകൊണ്ടിരുന്ന സാധനം 199 299 rupees കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ്, അതൊക്കെ ഒരു സെയിൽ പ്രൊമോഷനാണ് അല്ലേ. അതിൻ്റെ ടെക്നിക്സ് ഒക്കെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഡിസ്കൗണ്ട്സ് ഉണ്ട്, റീഫണ്ട് ഉണ്ട്. റീഫണ്ടൊക്കെ നമ്മൾ ഈ കിറ്റ്കാറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു QR ഉണ്ട്, അത് സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 രൂപ തിരിച്ച് കിട്ടും. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗമായിട്ട് വരും. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. കുറച്ച് ഒരു 3-4 സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് നോർമലി യൂഷ്വലി നമ്മുടെ ലൈഫിൽ പോകുന്ന അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പബ്ലിസിറ്റി, അടുത്താണ് പബ്ലിസിറ്റി. ഇറ്റ് ഈസ് എ നോൺ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് പേയ്മെൻ്റ് ഉള്ള ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്. അത് അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെയാണ്. എക്സ്പെക്ട് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഇസ് പെയ്ഡ്. ഇവിടെ പേയ്മെൻറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെയാണ്. നമ്മൾ ഈ എന്താണ് ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുന്ന വഴി നമ്മൾ അറിയുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അറിയുന്നതിനെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സം ഇവൻറ്റ്സ് ആർ കവേർഡ് ആൻഡ് റിപ്പോർട്ടഡ് ബൈ മീഡിയ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ. നമ്മൾ ചില സമയത്ത് ഇപ്പോഴത്തെ ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു കോണ്ടന്റിന് വേണ്ടി അവരെന്ത് ചെയ്യും, ഓരോ സ്ഥലത്ത് പോയി അവരിങ്ങനെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും. അതിനെ പബ്ലിസിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അൺപെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നോ ഐഡന്റിഫൈഡ് സ്പോൺസർ. അല്ലാതെ ദുൽഖർ സൽമാൻ വന്നിട്ട് ഏതെങ്കിലും കടയിൽ ഇങ്ങനെ കണ്ട കടയിലെല്ലാം കയറി ഇന്ന് റിവ്യൂ പറയുമോ? ഇല്ല. ഇതിപ്പം അൺപെയ്ഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈഡ് സ്പോൺസർ ഒന്നും അവിടെ കാണത്തില്ല. പബ്ലിക് റിലേഷൻ ഇൻവോൾവ് മെയിൻറ്റെയിനിങ് പോസിറ്റീവ് ഇമേജ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ത്രൂ വേരിയസ് പ്രോഗ്രാംസ് അല്ലേ. ഒരു
ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് അവരുടെ അതായത് ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ വേണം. ദി ഗോൾ ഇസ് ടു ഷെയർ ഇൻഫർമേഷൻ, ബിൽഡ് ഗുഡ് വിൽ ആൻഡ് മാനേജ് പബ്ലിക് പെർസെപ്ഷൻ ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് നെഗറ്റീവ് പബ്ലിസിറ്റി. അല്ലെ, നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ വരുന്ന സമയത്ത് അത് അങ്ങനെയല്ല, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ആൾക്കാരത് ഇംപ്രസ്ഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ നമ്മൾ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെയും ഡിഫറൻസ് ബിറ്റ്വീൻ എങ്ങനെയൊക്കെ ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കുക, എഴുതിയേ പറ്റത്തുള്ളൂ. എങ്ങനെ ചോദിച്ചാലും, പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാലും അഡ്വർടൈസിങ് എന്താണെന്ന് ചോദിച്ചാലും ഈ രണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീനും എഴുതാം, ഇതിനെപ്പറ്റി ഇൻഡിവിജ്വലി ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കേസിൽ വരുന്നത് ഇംപേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നേരിട്ട് വന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ? ഇല്ല. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡയറക്റ്റ് ഫീഡ്ബാക്ക് അഡ്വർടൈസ്മെൻറ്റിന് കിട്ടത്തില്ല. പക്ഷെ പേഴ്സണൽ സെല്ലിങ്ങിൽ ഡയറക്റ്റ് നമുക്ക് ആൾക്കാരെ കാണാനായിട്ട് പറ്റും. അപ്പം തന്നെ ഉടനടി നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. പേഴ്സണൽ സെല്ലിംഗ് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അല്ല. ഓക്കെ, അപ്പോൾ 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ 2 പോയിന്റ് എഴുതുക, രണ്ടിനും 2 പോയിന്റ് വെച്ച് എഴുതുക. 4 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ 4 പോയിന്റ് രണ്ടിനും വെച്ച് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ വൺ ഷോട്ടിലൂടെ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. അപ്പം അത് ഓരോ പാർട്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളിരുന്ന് കാണുക. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ബൈ.